ഇടത് വലത് കുപ്രചരണങ്ങൾക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന യോഗത്തിനാണ് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ കരുതലും അടിസ്ഥാനരഹിത ആരോപണങ്ങൾക്കുള്ള മറുപടിയും പ്രധാനമന്ത്രി നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി 2 അക്കം കടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമെന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് തുടക്കം തന്നെ ആവേശത്തിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീടുള്ള പ്രസംഗത്തിൽ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ സംസ്ഥാനത്ത് തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്ന ഇടത് വലത് മുന്നണികളെ കണക്കിന് പ്രഹരിച്ചു. बीजेपी ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है. जब बीजेपी यहाँ कमजोर थी तब भी हमने केरला को मजबूत बनाने के लिए काम किया. ആയുഷ്മാൻ ഭാരതിലൂടെ 5.5 കോടി രൂപ കേരളത്തിൽ ലഭിച്ചു. കേരളത്തിൽ 40 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി, 50 ലക്ഷത്തിലധികം മുദ്രാ ലോൺ കേരളത്തിൽ വിതരണം ചെയ്തു. കോൺഗ്രസും CPM-ഉം കേരളത്തെ അഴിമതിയുടെയും അക്രമത്തിന്റെയും കേന്ദ്രമാക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ചു. ഇടതു വലതു മുന്നണികൾ മാറുന്നതല്ലാതെ കേരളത്തിലെ സാഹചര്യം മാറുന്നില്ല. മാറുന്ന കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സീറ്റ് നിലയിൽ 2 അക്കം കടക്കും. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. കോൺഗ്രസ് ഒരൊറ്റ കുടുംബത്തിനായി നാടിനെ അടിയറവ് പറഞ്ഞുവെന്ന് ആരോപിച്ച പ്രധാനമന്ത്രി CPM-ഉം കോൺഗ്രസും കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുകയും കേരളത്തിന് പുറത്ത് സുഹൃത്തുക്കളുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത ഉപഹാരങ്ങൾ വേദിയിൽ സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ MP, സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, നേതാക്കളായ MT രമേശ്, PK കൃഷ്ണദാസ്, AP അബ്ദുള്ളക്കുട്ടി, PC ജോർജ്, NDA കക്ഷി നേതാക്കൾ, ദേശീയ കൗൺസിൽ അംഗം രാജശേഖരൻ നായർ എന്നിവർ പങ്കെടുത്തു. 1.5 ലക്ഷത്തിലധികം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की. ജനം, തിരുവനന്തപുരം.